إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم ولا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മൾ പുതിയ ഒരു വർഷത്തിലും അതിൻ്റെ പ്രാരംഭമാസമായ മുഹറമിലുമാണ് നിലകൊള്ളുന്നത്. വർഷങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാസങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സൂചിപ്പിച്ചു. സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12ആണ്. ഈ കിതാബില്ല, അത് അള്ളാഹുവിൻ്റെ രേഖയിൽ തന്നെയുള്ളതാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയുമൊക്കെ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ അങ്ങനെയാണ്. മിൻഹ 4 ഹുറും, അതിൽ 4 മാസത്തെ അള്ളാഹു പ്രത്യേകം പവിത്രത കൽപ്പിച്ച് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വളരെ ശക്തമായ നിലനിൽപ്പുള്ള മതം, ദീൻ. അതുകൊണ്ട് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത്. വഖാതിലുൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലൂനകും കാഫ, ബഹുദൈവ വിശ്വാസികൾ ഒന്നടങ്കം നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങളും ഒന്നടങ്കം അവരോട് യുദ്ധം ചെയ്യുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ കൂടെയാകും. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾ 12 എന്നും അത് ഈ പ്രപഞ്ചത്തിൻ്റെ
ഉത്ഭവം തൊട്ട് തന്നെ അങ്ങനെയാണെന്നും അതിൽ 4 മാസം അള്ളാഹു പവിത്രത കൽപ്പിച്ചിട്ടുള്ള മാസമാണെന്നും സൂചിപ്പിച്ചു. അതിൽ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത 4 മാസങ്ങൾ, പരസ്പരം പവിത്രത കൽപ്പിക്കേണ്ട മാസങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലെ വചനത്തിൽ വർഷങ്ങളെ സംബന്ധിച്ചും മാസത്തെ സംബന്ധിച്ചും പറഞ്ഞതിൽ അതിൻ്റെ ആ മാസത്തിൻ്റെ എണ്ണത്തിൻ്റെ അതിൻ്റെ ഓർഡർ അത് ആരാണ് നിശ്ചയിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകളൊന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാമർശത്തിൽ നിന്ന് അത് അന്ന് മുതൽ തന്നെ അങ്ങനെ എണ്ണിപ്പോരുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ഖുറൈശികളൊക്കെ ഹജ്ജിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞതിന് ശേഷം വരുന്ന മാസം മുതൽ മുഹറം എന്ന് എണ്ണിത്തുടങ്ങിയതാണ് എന്നും ചില രേഖകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഏതായിരുന്നാലും അതിൻ്റെ ഓർഡറിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കുകയും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മാസങ്ങളുടെ എണ്ണം ആ രൂപത്തിലാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ എണ്ണി വന്നിട്ടുള്ളത്. അതിൽ മുഹറത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന ഒരു പ്രയോഗം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു മാസത്തെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതായി ഹദീസിൽ കാണുന്നില്ല. റമദാൻ മാസം വളരെ പവിത്രമായ മാസമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമില്ല. എന്നാൽ ഈ മുഹറം മാസം ഇത്രയും പവിത്രമായി ഗണിക്കപ്പെടാനുണ്ടായിട്ടുള്ള കാരണത്തെ സംബന്ധിച്ച് ഹദീസുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് പ്രാചീന കാലം മുതൽക്ക് തന്നെ ആ മാസത്തിന് ഒരു പ്രത്യേകത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട, ഫിർഔൻ മുങ്ങി നശിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേല്യരും രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് രക്ഷ പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ദിനം തന്നെയാണ് മുഹറം 10 എന്നുള്ളത്. അപ്പോൾ ആ ദിനം ഉൾക്കൊള്ളുന്ന മാസമായതുകൊണ്ട് അതിന് ആ രൂപത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. ജൂതന്മാർ ആ നിലക്ക് അതിനെ കാണുകയും ചെയ്തിരുന്നു. മറ്റൊരു വചനത്തിൽ വന്നിട്ടുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ ജൂതി മലയിൽ ചെന്ന് അണയുകയും അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാമും തൻ്റെ കൂടെയുള്ള വിശ്വാസികളും രക്ഷപ്പെട്ട മാസവും ദിനവുമാണ് എന്ന അർത്ഥത്തിലും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ഖുറൈശികൾ മുഹറം മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചിരുന്നു. അതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം പാരമ്പര്യമായി ആ ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരുടെ ആ ചരിത്രത്തിലൂടെ കടന്നു വന്നവരാണല്ലോ ഖുറൈശികളും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണല്ലോ ഖുറൈശികൾ. ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുൻ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. അപ്പം ആ രൂപത്തിൽ മുഹറം മാസത്തിന് കൈവന്നിട്ടുള്ള ആ പ്രത്യേകത ഖുറൈശികൾ അവർ അത് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുഹറം മാസത്തിലും ഖുറൈശികൾ പ്രത്യേകത കൽപ്പിച്ചിരുന്നു. ആ മാസത്തിലെ 10ാമത്തെ ദിവസം ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. പാരമ്പര്യമായി നോമ്പനുഷ്ഠിച്ചു വന്നിട്ടുള്ള ആ മാസത്തിലെ ദിനമാണ് മുഹറം 10 എന്ന് പറയും. അപ്പോൾ ഇസ്ലാമിലെ ഏറ്റവും വിജയം കൈവന്നിട്ടുള്ള, ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ടായിട്ടുള്ള, അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ അനുചരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിന് സംരക്ഷണം നൽകിയിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുള്ള ഒരു മാസം എന്ന നിലക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ മുഹറം മാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം
മുസ്ലിങ്ങൾ ഷിയകളും സുന്നികളുമായി രണ്ട് കക്ഷികളായി പിരിഞ്ഞ ചരിത്രപരമായ സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ ഷിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം മാസം 10-ാം തീയതി കർബലയിൽ വെച്ച് വധിക്കപ്പെടുകയും അങ്ങനെ ദാരുണമായ ഒരു സംഭവം നടക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാസത്തെ ഒരു നഹസിന്റെ മാസമായും അപലക്ഷണത്തിന്റെ മാസമായും ദുഃഖത്തിന്റെ മാസമായും ആചരിച്ചു വന്ന ഒരു സമ്പ്രദായം മുസ്ലിങ്ങൾ കടന്നുകൂടുകയും ഷിയാകളുടെ വിശ്വാസം ക്രമേണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന ആ രൂപത്തിൽ നിലകൊള്ളുന്നവരാണ് എന്ന് കണക്കാക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്കിടയിൽ കൂടി അതിൻ്റെയൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പകരുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മുഹറം 10 വരെ ഉള്ള ദിവസങ്ങളിൽ കാര്യമായ നല്ല കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല, നഹസിന്റെ ദിവസങ്ങളാണ് എന്ന രൂപത്തിലുള്ള വിശ്വാസം അത് യഥാർത്ഥത്തിൽ ഷിയാക്കൾ കടത്തിക്കൂട്ടിയുള്ള വിശ്വാസമാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ലാത്തതാണ്. അത്തരത്തിലുള്ള ദുഃഖാചരണമോ നെഞ്ചത്തടിച്ച് കരയുക എന്നുള്ള രൂപത്തിലുള്ള ഷിയാക്കളുടെ ആ സമ്പ്രദായം, അതുപോലെ അതിലുള്ള ഷിയാക്കളിൽപ്പെട്ട ആളുകൾ ചില വ്യക്തികൾക്ക് പ്രത്യേകത കൽപ്പിക്കുക, ആ വ്യക്തികളുടെ പേരുകൾ കുട്ടികൾക്കിടുക, ഇതൊക്കെ ഇന്ന് വ്യാപകമായി കേരളത്തിൽ നമ്മൾ അറിയാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഷിയായിസവും ത്വരീഖത്ത് പ്രസ്ഥാനവുമൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ കേരളത്തിൽ വല്ലാതെ അതിൻ്റെ നമ്മൾ അറിയാത്ത രൂപങ്ങളിലൂടെ ആളുകളിലിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ചില പേരുകളൊക്കെ, ഹുസൈനുമായി ബന്ധപ്പെട്ട ചില പേരുകൾ, ഫാത്തിമയുമായി ബന്ധപ്പെട്ട ചില പേരുകളൊക്കെ ചരിത്രത്തിൽ ഷിയാക്കളുടേതായ രൂപത്തിലുള്ള പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇടുന്ന രൂപത്തിൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ, അതിൻ്റെ പ്രചരണത്തിൻ്റെ അതിൻ്റെ തന്ത്രം മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ അത്തരം പേരുകളൊക്കെ സ്വീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പൊ ഈ രൂപത്തിൽ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇസ്ലാമിക ശരീഅത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിലും അതിൻ്റെ കർമ്മങ്ങളിലും മുഹറം മാസത്തിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പവിത്രതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും അവഗണിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇസ്ലാമിനെ കടത്തിക്കൊണ്ട് വികലമാക്കുക എന്ന സമ്പ്രദായത്തിന് ഈ മുഹറം മാസത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്തൊരു കാര്യമായിരുന്നാലും അത് ഖുർആനിന്റെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്താതിരുന്നാൽ വലിയ അപകടമാണ്. ദീൻ വികലമായി പോകും. ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലേക്ക് നമ്മളറിയാതെ മാറിപ്പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ട്. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹ, അതിനെ രണ്ടിനെയുമാണ് നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദീനീ കാര്യങ്ങളിൽ, നിങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആ 2 കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ലൻ തളില്ലു, നിങ്ങളിൽ പിഴവ് സംഭവിക്കുകയില്ല. അത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, കിതാബ് അല്ലാഹ്. മറ്റൊന്ന് വസുന്നത റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ് സംരക്ഷിക്കേണ്ട ആ 2 പ്രമാണങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. എൻ്റെ പേരിൽ മതപരമായ വിഷയത്തിൽ, ദീനിയായ കാര്യങ്ങളിൽ, അതിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമിക ശരീഅത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് കളവാരെങ്കിലും പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ, ഏർപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളത്, പവിത്രമായ 4 മാസത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അൻ അബീ ബക്രത റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ഫീ ഹജ്ജതിഹി, തന്റെ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രസംഗിച്ചു. ഫഖാല, എന്നിട്ട് ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന സമാന, അറിയുക, ഈ വർഷം, കാലം എന്ന് പറയുന്നത് ഖദിസ്തദാറക ഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അത് ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലം എന്ന് പറയുന്നത്. വൽ അർദ് അസ്സനത്തു 12 ശഹ്റ, ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കൽപ്പിച്ചു. നബി ഖുതുബയിൽ പറയാണ് ഹജ്ജത്തുൽ വിദാഇൽ, സലാസത്തുൻ മുതവാലിയാത്തുൻ ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, 3 മാസങ്ങൾ തുടർന്ന് വരുന്നതാണ്, അഥവാ ദുൽഖഅദും ദുൽഹജ്ജും മുഹറമും. വറജബു മുദർ ബൈന ജമാദൈ വ ശഅബാൻ, റജബ് മാസം ജുമാദുൽ-ഊഖറയുടെയും അതുപോലെ തന്നെ ശഅബാൻ മാസത്തിന്റെയും ഇടയിലായി വരുന്ന റജബ് മാസവുമാണ് ഈ 4 മാസങ്ങൾ എന്ന് മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ശ്രേഷ്ഠമായ അതിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. അഖ്റജൻ നസാഇ മിൻ ഹദീസി അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യുൽ ലൈലി ഖൈറുൻ വ അയ്യുൽ അശ്ഹുരി അഫ്ളലു, രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്, മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്, അള്ളാഹുവിന്റെ റസൂലേ? ഫഖാല, ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങൾ, അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയം ഏറ്റവും ഖൈറായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്നതുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് രാത്രിയുടെ അതിന്റെ അന്ത്യയാമകളുടെ സമയം. വഅഫ്ളലുൽ അശ്ഹുരി, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹു വൽ മുഹറം, നിങ്ങൾ അള്ളാഹുവിന്റെ മാസമായി നിങ്ങൾ എണ്ണുന്ന മുഹറം മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് നസായി പറയാണ്, വഇത്ലാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസി അഫ്ളൽ അശ്ഹുരി, ഈ ഹദീസിൽ മൊത്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഹ്മൂലുൻ അലാമ ബഅദ റമളാൻ, റമളാൻ മാസത്തിന്റെ ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാസം എന്നതാവാനാണ് സാധ്യത. വകാന ഫീ റിവായത്തിൽ ഹസൻ അൽ മുർസല. അതുപോലെ നബി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് മറ്റൊരു ഹദീസിലൂടെയും വന്നിട്ടുണ്ട്. വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഇങ്ങനെയും കാണാം, മാസങ്ങളിൽ ഏറ്റവും നോമ്പനുഷ്ഠിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ബഅദ റമളാൻ മാസത്തിന് ശേഷം എന്നത് ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ്. അതുപോലെ നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയുടെ തഹജ്ജുദ് നമസ്കാരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള ചരിത്രപരമായി ആ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഏകാധിപതിയായിട്ടുള്ള അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ചിട്ടുള്ള, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ലോകത്ത് പല ദൈവങ്ങളോ അല്ലെങ്കിൽ ഇലാഹുകളോ എന്ന് അറിയപ്പെട്ടിട്ടുള്ള ആളുകളിൽ വളരെ അപൂർവമാണ് റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റുള്ള ബഹുദൈവ വിശ്വാസികളൊക്കെ റബ്ബ് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുകയും, എന്നാൽ ആ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായി സമീപിക്കാൻ മധ്യവർത്തികളെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെയും ഒക്കെ സമീപിച്ച് വേണം നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം ലഭിക്കാൻ എന്നുള്ള ശിർക്കാണ് മിക്കവാറും മുശ്രിക്കുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അപൂർവം ചില ആളുകളിൽ ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് വാദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഫിർഔൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഫിർഔൻ ഇസ്രായേലിനെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി
വല്ലാത്ത പ്രയാസങ്ങൾ, തുല്യതയില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി. ആ കൊടിയ മർദ്ദനത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൽ വിശ്വസിച്ച് മൂസാ നബി അലൈഹി സ്വലാമിനെ പിൻപറ്റി അതിൽ ക്ഷമ കൈകൊണ്ട്, അത് അള്ളാഹുവിലുള്ള തവക്കുലിന്റെ പ്രതിഫലം എന്നോണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിജയമാണ് ആ ഫിർഔനിനെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചതും അതേ ചെങ്കടലിൽ വെച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത മഹാസംഭവം നടന്നത് ഈ മുഹറം മാസം 10-ാം തീയതിയായിരുന്നു എന്നതാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യാണ്. ഖദിമൽ മദീനത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ, ആശൂറ ദിവസം മുഹറം 10-ന് യഹൂദികളൊക്കെ ഇങ്ങനെ നോമ്പെടുക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിട്ടുണ്ട്, ഖുറൈശികളാ നോമ്പെടുത്തിട്ടുണ്ട്. അതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. മദീനയിൽ വന്ന് യഹൂദികൾ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോൾ അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഈ നോൽക്കുന്ന നോമ്പിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇതൊരു മഹത്തായ ദിനമാണ്. അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും രക്ഷപ്പെടുത്തിയത്. വ അഗ്റഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും അവന്റെ ജനതയെയും മുക്കി നശിപ്പിച്ചതും ഈ ദിനത്തിലാണ്. ഫസ്വാമഹു മൂസാ ശുക്രൻ, മൂസാ നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് ഈ ദിവസത്തിൽ അല്ലാഹുവിന് ശുക്ർ അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫനഹ്നു അഹഖു മൂസ വ ഔലാ ബിമൂസ, ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും, നിങ്ങളെക്കാളൊക്കെ മൂസാ അലൈഹിസ്സലാമിനോടും ഒക്കെ ഏറ്റവും കടപ്പെട്ടവരും ഏറ്റവും അടുത്തു നിൽക്കുന്നവരും ഞങ്ങളാണ്. ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പരിഗണന വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-ന്റെ നോമ്പനുഷ്ഠിക്കുകയും വ അമറ ബിസിയാമിഹി, സഹാബികളോട് നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്ന് മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞു. അതിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു വസാദ ഫീഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, വഹുവൽ യൗമുല്ലദീ ഇസ്തവത് ഫീഹി സഫീനത്തു അലൽ ജൂദി ഫസാമഹു നൂഹുൻ ശുക്റാ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ ജൂദി മലയുടെ താഴ്വരയിൽ നങ്കൂരമിട്ട ദിവസവും അന്ന് തന്നെയാണ്. ആ ദിവസത്തെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന്റെ രക്ഷ അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫസാമഹു നൂഹുൻ ശുക്രൻ, നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് ശുക്ർ അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചു എന്നും നമുക്ക് ഹദീസിലൂടെ കാണുവാൻ സാധിക്കുന്നു. മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമു ആശൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ നോമ്പിനെ കഴിഞ്ഞാൽ ഇത്രമാത്രം താല്പര്യം കാണിച്ചിരുന്ന, ശ്രദ്ധ വെച്ചിരുന്ന മറ്റൊരു നോമ്പിനെ കാണാൻ സാധ്യമല്ല. വഹാദ ഷഹ്റു യാനി ഷഹ്റു റമദാൻ, ഈ മാസത്തെ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിച്ചിരുന്ന ആ റമദാൻ മാസത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസം കഴിച്ചാൽ മറ്റേറ്റവും ശ്രേഷ്ഠമായ മാസം ഈ നോമ്പ് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോലും അനി റബീ ബിൻത് മുഅവ്വദ് ഇബ്നു അഫ്റാ ഖാലത്ത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദാത ആശൂറ ഇലാ ഖുറൽ അൻസാർ, ഖുറൈശികളുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അയച്ചു. അല്ലത്തി ഹൗലൽ മദീന, മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള. വഫീഹി, അതിൽ കാണാം, മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹു, ആരെങ്കിലും നോമ്പുകാരനായി നേരം പുലർന്നുണ്ടെങ്കിൽ അവൻ അവന്റെ നോമ്പിനെ പൂർത്തീകരിക്കട്ടെ. വമൻ കാന അസ്ബഹ മുഫ്തിറൻ, നോമ്പില്ലാതെയാണ് നേരം പുലരുന്നതെങ്കിൽ ഫൽയുതിമ്മ ബഖിയത സൗമിഹി,
ബാക്കി അങ്ങോട്ട് അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. وكنا بعد ذلك نصومه ونصوم صيامنا بصبياننا الصغار. ആ കൽപ്പനയ്ക്ക് ശേഷം ഞങ്ങൾ ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ചെറിയ കുട്ടികളെയും ഞങ്ങൾ നോമ്പ് അനുഷ്ഠിപ്പിച്ചിരുന്നു. മസ്ജിദി, എന്നിട്ട് ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകും. അവർക്ക് പഞ്ഞികളൊക്കെ കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില കളിക്കോപ്പുകൾ, ടോയ്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അവരുടെ വിശപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആ രൂപത്തിൽ കുട്ടികളെ ഞങ്ങൾ ആക്കിയിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞാൽ ഈ ടോയ്സ് ഞങ്ങൾ അവർക്ക് കൊടുക്കുമായിരുന്നു. ഇഫ്താർ, അങ്ങനെ ഇഫ്താറിന്റെ നോമ്പ് കുറിക്കാനുള്ള സമയമാകുന്നത് വരെ കുട്ടികളെ ആ രൂപത്തിൽ നോമ്പെടുപ്പിച്ചിരുന്നു എന്നത് മുഹറം മാസത്തിന്റെ നോമ്പിനെ സംബന്ധിച്ചാണ് വന്നിട്ടുള്ളത്. റമദാൻ മാസത്തിന്റെ നോമ്പിനെ സംബന്ധിച്ചില്ല. അപ്പൊ അത്രയും ഒരു പ്രാധാന്യം ഈ നോമ്പിന് സ്വഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതിൻ്റെ കാരണം ചരിത്രപരമായി ഇങ്ങനെയാണ്. അല്ലാതെ ഷിയാക്കൾ ഉണ്ടാക്കിയതുപോലെ ഉള്ള ആ രൂപത്തിലുള്ള ദുഃഖാചരണമോ ദഞ്ചത്തെടുത്ത് കരയലോ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹുവിന് പ്രത്യക്ഷപ്പെടുമെന്ന വിശ്വാസമോ അങ്ങനെയുള്ള യാതൊരു വിശ്വാസത്തിൻ്റെയും ഇസ്ലാമിനെ അതിന് അടിത്തറയില്ല. പിൽക്കാലത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ കെട്ടിച്ചുമച്ചുണ്ടാക്കിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ പവിത്രതയെ കൊണ്ടുപോകുന്നതിനെ മുസ്ലിം സമുദായം വളരെ കരുതലോടുകൂടി കാണണം. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ ഷിയായിസവുമൊക്കെ കേരളക്കരയിൽ നമ്മൾ അറിയാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിൽ കൂടി നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ വിലയിരുത്തുവാനും പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള പോരായ്മകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.